ഭൂലോകത്തിന് ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംശയം ലോകത്തൊരാൾക്കുണ്ടാകാൻ പാടില്ല. വ്യക്തമായ രീതിയിൽ കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി ഹയാത്തും തൊയ്യബ റാഹത്തായിട്ടുള്ള ജീവിതമായിട്ട് മാറ്റി തീർത്താൻ ഓരോരുത്തരും പരിശ്രമിക്കുക. ഞാനീ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വെച്ച് ബാക്കിയുള്ളതെല്ലാം ദീനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതാണ്. അത് വൈകേടാണ്. ഭൂമിയിലും പ്രയാസമാണ്, ആഖിറത്തിലും പ്രയാസപ്പെടും. ഭൂമി നരകമായി തീരും, ആഖിറത്ത് പോയാൽ അവിടെയും നരകമായി തീരും. ഇരു ലോക വിജയത്തിനും വേണ്ടിയിട്ടുള്ള നിയമത്താണ് ദീൻ എന്നുള്ളത്. ദുനിയാവിലും വിജയിക്കണം, ആഖിറത്തിലും വിജയിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, എൻ്റെ ഹബീബിൻ്റെ ലൈഫിൽ ഞാൻ നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള മാതൃക നൽകിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായ രീതിയിൽ ഖുർആൻ ഷരീഫിൽ അല്ലാഹു സുബ്ഹാനഹു തആല പരാമർശിക്കുന്നത്. ഇനി അതിന് തുല്യമായതോ തത്തുല്യമായതോ അതിനെ മറികടക്കുന്ന രീതിയിലുള്ളൊരു സംവിധാനം ലോക അവസാനം വരെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർ പരിശ്രമിച്ച് കണ്ടെത്താൻ ശ്രമിച്ചാലും ശരി ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് ഉത്തമമായ മാതൃക എന്നോട് വ്യക്തമാക്കുന്നത്. ഉത്തമമായ മാതൃകയേക്കാണ് വേറൊരു മാതൃക കൊണ്ടുവരികയാണെങ്കിൽ അള്ളാഹ്ക്ക് പിന്നെ എന്ത് വില സുഹൃത്തുക്കളുള്ളത്. കേൾക്കുന്ന കാര്യങ്ങൾ വേണ്ടേ പോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. കൃഷി എങ്ങനെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരുന്നതിൻ്റെ മുന്നേ കൃഷി ചെയ്താൽ കിട്ടുന്ന മെച്ചം പറഞ്ഞു തന്നാൽ പിന്നെ കൃഷി ചെയ്യാൻ എല്ലാവർക്കും ആവേശം ഉണ്ടാവും. ഓക്കെ, കൃഷി ചെയ്യാൻ പറമ്പ് അത്യാവശ്യമാണ്. അതുകൊണ്ട് എണ്ണം കൂടുതലുള്ളവർക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവും. നമ്മുടെ കയ്യിൽ ഇപ്പം നമ്മളെ ബലഹീനത കൊണ്ട് ഓരോന്നുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. കോഴിക്കും കുഞ്ഞിനും ഇൻഫർമേഷൻ അല്ലാഹു സുബ്ഹാനഹു തആല ഹിദായത്ത് അല്ലാഹു തആല വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതേ സ്ഥാനത്ത് മനുഷ്യന് ഇതിൽ രണ്ട് രീതിയിൽ നീങ്ങാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു. അപ്പോൾ കോഴികൾ അതിൻ്റെ സമയമാകുമ്പോൾ കോഴിക്കുഞ്ഞിനെ കൊത്തി ആട്ടാനുള്ള പ്രവർത്തനം ചെയ്യും. മനുഷ്യൻ അല്ലാഹു തആല പഠിപ്പിച്ച് തന്ന് 15 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ മക്കൾ അങ്ങോട്ട് നോക്കാൻ പാടില്ല, മക്കൾ തിരിച്ചിങ്ങോട്ട് നോക്കേണ്ട ചുറ്റുപാടാണ് നിലനിൽക്കുന്നത്. ഒരു 10 മക്കളുള്ള കുടുംബമാണെന്ന് ചിത്രീകരിച്ചോളൂ. ഈ 10 മക്കളിൽ 4 പെൺകുട്ടികളാണ്, 6 ആൺകുട്ടികളും. ആൺകുട്ടികളെ വിളിച്ചിട്ട് പറയാം, മോനെ ഞാനൊരു മഹറിനുള്ള പൈസ തന്നു കഴിഞ്ഞാൽ ഇനി അനിയനും അത് പ്രതീക്ഷ കൊണ്ടിരിക്കും, അതിൻ്റെ അനിയനും പ്രതീക്ഷ കൊണ്ടിരിക്കും, എൻ്റെ ആയുസ് ഗൾഫിൽ നിന്ന് പോരാൻ കഴിയില്ല. പെൺകുട്ടികളെ കുട്ടികൾക്ക് എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മറ്റേ പെൺകുട്ടികളെ കുട്ടിയതിന് പ്രതീക്ഷ കൊണ്ടിരിക്കും. അതുപോലെ മരിക്കണവരെ കുറ്റപ്പെടുത്തലും ആ വിഷയത്തിൽ ബാപ്പാൻ്റെ പോരായിക മാത്രമേ ഈ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ 4 ആളുകൾ 6 ആണുങ്ങളുണ്ട്. ഈ 6 ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചിപ്പാനെ നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു പ്രയാസമില്ല. ഇപ്പൊക്കെ എന്തായി തീർന്ന് പെൻഷൻ വാങ്ങുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ മാറും ചെയ്യും. 10 കുട്ടികളാകുമ്പോഴത്തേന് ഏകദേശം ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് 22ഉം ഒരു 2 കൊല്ലം കൂടി വെച്ച് കൊടുത്താൽ 47 വയസ്സാവും. ഇനിയിപ്പോൾ സമ്പാദിക്കാൻ പോവാണ്. കാലാകാലം സൈക്കിളോട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ മുതിർന്ന് സൈക്കിളിൻ്റെ ബാക്കിൽ നിന്ന് പിടുത്തം വിടാൻ ഞാൻ മക്കൾ സൈക്കിളോട്ട് പഠിക്കൂല, വാപ്പാക്ക് ഓട്ടത്തിൽ നിർത്താൻ കഴിയൂല. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം പെണ്ണിട്ടാൻ കഴിയുന്നില്ലെങ്കിൽ തൽക്കാലം ഞാൻ വായ്പ തരാം, അത് അടുത്ത അനിയൻ്റെ കയ്യിലേക്ക് അടുത്തേക്ക് കൊടുത്തോളാം. ഈ രീതിയിൽ കൈകാര്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊരു കൗൺസിലിങ്ങിനും കൊണ്ടുപോകേണ്ട. കൗൺസിലിംഗ് വീട്ടിൽ നിന്ന് തന്നെ നടന്നുകൊണ്ടിരിക്കും. അനിയന്മാർക്കുള്ള കൗൺസിലിംഗ് ഏട്ടന്മാർ തന്നെ കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ മക്കൾ IAS ഓഫീസർ ആയിക്കോളും, IPS ഓഫീസർ ആയിക്കോളും, സയൻറ്റിസ്റ്റ് ആയിക്കോളും, സൈക്കോളജിസ്റ്റ് ആയിക്കോളും, ഏത് തുറകളിലേക്കും പോകാനുള്ള കൗൺസിലിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കിട്ടിക്കൊണ്ടേ കാര്യങ്ങൾ വീഡിയോയിൽ പൂർണ്ണമായിട്ടും എല്ലാ വിഷയങ്ങളും ടച്ച് ചെയ്തുകൊണ്ട് സംസാരിക്കും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് യൂട്യൂബിൽ കാര്യം ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുന്ന പണിയല്ല.